നിങ്ങളിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നെനിക്കറിയില്ല. പണ്ട് ഈ ഐസ്ക്രീം പാർലർ വിവാദം ഇങ്ങനെ കത്തിക്കാളി നിന്നിരുന്ന കാലത്ത് പ്രമുഖ മാധ്യമ നിരൂപകനും അന്ന് പാർലമെൻറ്റ് അംഗവുമായിരുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം എഴുതി. ഇന്ത്യ വിഷൻ ചാനലിൻ്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലേഖനം. അദ്ദേഹം ഇങ്ങനെ എഴുതി പോകുന്ന വഴിക്ക് നമ്മുടെ ഡോക്ടർ MK മുനീറിനെ വക്കം മൗലവിയോടും ഇന്ത്യ വിഷൻ ചാനലിൻ്റെ CEO ആയി പ്രവർത്തിച്ചിരുന്ന MV നികേഷ് കുമാറിനെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയോടുമാണ് ഉപമിച്ചത്. സെബാസ്റ്റ്യൻ പോൾ ആൾ ഒരു രസികനാണ് എന്ന് നമുക്ക് നേരത്തെ അറിയാം. പുള്ളി ഇതുപോലുള്ള ഉപമകളുടെ കാര്യത്തിൽ ഒരു ചാതുര്യമുള്ള ആളുമാണ്. ഉപമാ കാളിദാസസ്യ എന്ന് പറഞ്ഞത് സെബാസ്റ്റ്യൻ പോളസ്യ എന്ന് പറഞ്ഞാലും വലിയ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം തന്നെയാണ് പണ്ട് പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പോയപ്പോൾ സഖാവ് S ശർമ്മ വൈദ്യുതി മന്ത്രിയായിട്ട് വന്നു. അന്ന് പിണറായി വിജയനെ പഴയ നിയമത്തിലെ മോശയോടും ശർമ്മയെ ജോഷുവായോടും ഉപയോഗിച്ചുകൊണ്ട് ഒരു ലേഖനം മാതൃഭൂമി പത്രത്തിലെഴുതി. അന്ന് പത്രത്തിലായിരുന്നു, പിന്നത്തേത് വാരികയിലായിരുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പോൾ ഇത് ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ വക്കം മൗലവിയായിട്ട് പ്രൊമോഷൻ കിട്ടിയ ഡോക്ടർ MK മുനീർ മാധ്യമ ഉടമസ്ഥ എല്ലാം അവസാനിപ്പിച്ച് സ്വസ്ഥം സമാധാനമായിട്ട് മുസ്ലിം ലീഗിൻ്റെ നേതാവ് മാത്രമായിട്ട് അല്ലെ MLA കൂടിയായിട്ട് തുടരുന്നു. അതിനപ്പുറമുള്ളൊരു മാധ്യമ പ്രവർത്തനം ഇപ്പോൾ അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം എത്ര ശ്രമിച്ചാലും വക്കം മൗലവിയൊന്നും ആവുകയില്ല എന്ന്. സ്വദേശാഭിമാനിയോട് ഉപമിക്കപ്പെട്ട നികേഷ് കുമാർ കുറേ കാലം ഇന്ത്യ വിഷൻ ചാനലിൽ തള്ളിക്കൊണ്ട് നടന്നു. പിന്നെ അദ്ദേഹം നിന്ന നിപ്പിൽ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി. അതാണ് റിപ്പോർട്ടർ. അത് കുറേ നാൾ തള്ളിക്കൊണ്ട് നടന്നു. അതും ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് സഖാവ് MV രാഘവൻ പണ്ട് മത്സരിച്ച് വാശിയോടെ അംഗം വെട്ടി ജയിച്ച അഴീക്കോട് മണ്ഡലത്തിലായിരുന്നു നികേഷ് കുമാറിൻ്റെ കന്നി അംഗം. അഴീക്കോട് MV രാഘവൻ നിൽക്കുന്നത് തന്നെ വലിയൊരു കഥയാണ്. അദ്ദേഹത്തെ CPM നിന്ന് പുറത്താക്കിയതിന് ശേഷം CMB രൂപീകരിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിച്ച കാലത്ത് മുസ്ലിം ലീഗിനെ അനുവദിച്ച സീറ്റാണ് അഴീക്കോട്. മുസ്ലിം ലീഗുകാർ വളരെ ഔദാര്യ മനസ്ഥയുള്ളവരായിട്ട് ആ സീറ്റ് അവർ MV രാഘവന് ദാനം ചെയ്തു. അങ്ങനെ മുസ്ലിം ലീഗ് ദാനം ചെയ്ത അഴീക്കോട് സീറ്റിലാണ് MV രാഘവൻ മത്സരിച്ചത്. അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അദ്ദേഹത്തോട് മത്സരിച്ച് തോറ്റ CPM സ്ഥാനാർത്ഥി നിങ്ങളെല്ലാവരും അറിയും. നമ്മുടെ LDF കൺവീനറായി ഇപ്പോൾ വിരാജിക്കുന്ന സഖാവ് EP ജയരാജനായിരുന്നു. EP ജയരാജനെ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് ഉയർത്തിയതും കല്യാണം കഴിപ്പിച്ചതും ഒക്കെ MV രാഘവനായിരുന്നു. പക്ഷേ പാർട്ടി പിളരുന്ന സമയം വന്നപ്പോൾ EP ജയരാജനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയായ ശ്രീമതി ടീച്ചറും മറുഭാഗത്ത് നിന്ന് അവർ പാർട്ടിയോടാണ് കൂറ്, രാഘവേട്ടനോടല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടി ആ കൂറ് തെളിയിക്കാനായിട്ട് ജയരാജനോട് ആവശ്യപ്പെട്ടു. ജയരാജൻ അഴീക്കോട് MV രാഘവനെതിരെ മത്സരിച്ചു. ചെറിയ വ്യത്യാസത്തിൽ MV രാഘവൻ ജയിച്ചു, ജയരാജൻ തോറ്റു. പക്ഷേ ആ ജയരാജനെ സംബന്ധിച്ചിടത്തോളം അത് വരാൻ പോകുന്ന വലിയ വിജയങ്ങളുടെ തുടക്കമായിരുന്നു. അങ്ങനെ MV രാഘവൻ ജയിച്ച് നിയമസഭയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ പാർട്ടി സഹപ്രവർത്തകർ ഈ ഗോപി കോട്ടമുറി മുതലായ ആൾക്കാർ കൂടി ചേർന്ന് രാഘവനെ നിയമസഭാ തലത്തിലിട്ട് ഇടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ സ്പീക്കർ അദ്ദേഹം ഒരു രസികനായിരുന്നു, വർക്കല രാധാകൃഷ്ണൻ. വർക്കല രാധാകൃഷ്ണൻ എന്ന് വെച്ചാൽ ഈ MV രാഘവനെ സഭയിൽ നിന്ന് പുറത്താക്കി. മറ്റവർക്ക് എല്ലാവർക്കും അഭിനന്ദന കത്ത് കൊടുത്തു. അങ്ങനെ പല അത്ഭുതങ്ങളും നമ്മുടെ സഭയിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ അങ്ങനെയുള്ള MV രാഘവൻ ജയിച്ച ആ അഴീക്കോട് മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ മരണപര്യന്തം വേട്ടയാടിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സഖാവ് MV നികേഷ് കുമാർ മത്സരിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്, തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും നിങ്ങൾ ഇനി എന്നെ TV യിൽ കാണുകയില്ല എന്ന് പറഞ്ഞ് ശപഥം ചെയ്ത് ഒരു കോലെടുത്ത് വട്ടം രണ്ടായിട്ട് ഒടിച്ചിട്ടിട്ടാണ് പോയത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അഴീക്കോട്ടെ ജനങ്ങൾക്ക് വിവരം കുറവായതുകൊണ്ട്, വിവേകം കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ നികേഷ് കുമാറിൻ്റെ മഹത്വം ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ട് അവർ അദ്ദേഹത്തെ അല്ല എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് KM ഷാജിയാണ് വിജയിപ്പിച്ചത്. അങ്ങനെ ഷാജി രണ്ടാമതും അഴീക്കോട്ടിൽ നിന്ന് ജയിച്ച് MLA. അങ്ങനെ MV രാഘവന് കൊടുത്ത സീറ്റ് മുസ്ലിം ലീഗ് തിരിച്ചു പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഷാജി 5 കൊല്ലം വീണ്ടും നിയമസഭാംഗമായി തുടർന്നു. അന്ന് കൈപൊള്ളിയ നികേഷ് കുമാർ കയ്യിൽ നിന്ന് കാശ് വല്ലം പോയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പടകുടീരത്തിൽ ഒരു സ്ഥലത്ത് കണ്ടില്ല. പിന്നെയും പുള്ളി നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനായിട്ട് റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന് ചർച്ച നടത്താൻ തുടങ്ങി. അങ്ങനെ ചർച്ച കുറച്ച് നാൾ നടത്തി. പിന്നെ ഇതിൻ്റെ ഉടമസ്ഥതയെക്കുറിച്ചൊക്കെ വലിയ തർക്കങ്ങളുണ്ടായി. സാമ്പത്തിക വിഷയങ്ങൾ ഉയർന്നു വന്നു.
അവസാനം നികേഷും കൂട്ടരും ഇതിൻ്റെ മെജോറിറ്റി ഷെയർ നമ്മുടെ മുട്ടിൽ മരമുറി കേസിലെ സഹോദരന്മാർക്ക് വിറ്റു. അങ്ങനെ ഈ ചാനലിൻ്റെ പേര് ആൾക്കാർ മരമുറി ചാനൽ എന്നാക്കി മാറ്റി. എന്നാൽ മരമുറി ആക്കിയപ്പോഴെങ്കിലും ഇത് ഇട്ടിട്ട് പോകണ്ടേ, അതും ചെയ്തില്ല. പിന്നെ കുറച്ചാൾ കൂടി അതിൻ്റെ അകത്ത് കടിച്ചു തൂങ്ങി കിടന്നു. ഇപ്പോൾ ദാ അതും ഉപേക്ഷിച്ചു. അദ്ദേഹം ഈ യോഗദണ്ഡും കമണ്ടലും ഇല്ലാതെ വനവാസത്തിന് പോവുകയാണ്. എവിടേക്ക്? മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക്. ഇനി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനായിട്ട് തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രം, അതാണ് നമ്മുടെ അടയാളം. അദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായിട്ട് വിളിക്കുമെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഈ ക്ഷണിതാവ് പരിപാടിയൊക്കെ കോൺഗ്രസ്സിലാണുള്ളത്. AICCയിലെ പ്രത്യേക ക്ഷണിതാവ്, കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവ്. പണ്ട് കെ കരുണാകരൻ സോണിയാഗാന്ധിയായിട്ട് തെറ്റിക്കഴിഞ്ഞപ്പോൾ ഈ ക്ഷണിതാവ് സ്ഥാനം രാജിവെച്ചു. അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പരിഹാസമായിട്ട് ചോദിച്ചാണ്, കരുണാകരൻ എങ്ങനെ ഈ ക്ഷണിതാവ് സ്ഥാനം രാജിവെക്കുന്നത്? ക്ഷണിച്ചാലല്ലേ അദ്ദേഹത്തിന് പോകാൻ പറ്റുള്ളൂ, ക്ഷണിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതെങ്ങനെ ഈ ക്ഷണിതാവ് സ്ഥാനം എങ്ങനെ രാജിവെക്കും എന്ന് ചോദിച്ച പോലെ MV നികേഷ് കുമാറിനെ ക്ഷണിതാവാക്കും എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി ഏതാണ്ട് കോൺഗ്രസ്സിന് പഠിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ ക്ഷണിതാവൊക്കെ ഇനി മേലിലുണ്ടാകും. പല പുതുമകളും നമ്മൾ കാണേണ്ടതായിട്ട് വരും. പാർട്ടി കോൺഗ്രസ് നടത്തി ഇപ്പോൾ പാർട്ടി കോൺഗ്രസ്സായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വീണ്ടും അദ്ദേഹം ക്ഷണിതാവായിട്ട് പോവുകയാണ്. ഇനി അടുത്ത അംഗം എവിടേക്കായിരിക്കും എന്നറിയില്ല. അത് ജില്ലാ പഞ്ചായത്തിലേക്കാകാം, അസംബ്ലിയിലേക്കാകാം, പാർലമെൻറ്റിലേക്കാകാം, അതോ ഗ്രാമപഞ്ചായത്തിലേക്കോ, നമുക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തിന് വലിയ ഭാവിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട നികേഷ് കുമാർ ഇനി സഖാവ് നികേഷ് കുമാറായിട്ട് രാഷ്ട്രീയത്തിൽ രണ്ടാമത്തെ അംഗത്തിന് തയ്യാറെടുക്കുകയാണ്. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും സുരക്ഷിതമായ മണ്ഡലത്തിൽ, തളിപ്പറമ്പിലോ കൂത്തുപറമ്പിലോ, അതല്ലെങ്കിൽ ഇപ്പോൾ മാടായി മണ്ഡലമില്ല, പണ്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവ് മാടായി മെമ്പറായിരുന്നു. മാടായി മാടൻ എന്നൊക്കെ പണ്ട് രാഘവനെ ആൾക്കാർ പരിഹസിച്ച് വിളിക്കുക. മാടായില്ല, തളിപ്പറമ്പിലോ കൂത്തുപറമ്പിലോ അല്ലെങ്കിൽ ധർമ്മടത്തോ, അതുമല്ലെങ്കിൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറമുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യത. അദ്ദേഹം ജയിച്ച് കേരള സംസ്ഥാനത്ത് ഒരു MLA ആയി മന്ത്രിയായി കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു. വീണ ജോർജ് മന്ത്രിയായ പോലെ ആവല്ലേ എന്ന് മാത്രമാണ് നമുക്ക് ആകെയുള്ളൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയോടെ ഇത് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു, വിപ്ലവാഭിവാദ്യങ്ങൾ നേരുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.